നൂറുകണക്കിന് ആളുകൾ കുടിവെള്ള ആവശ്യത്തിന് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന പുഴയിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കി സാമൂഹ്യദ്രോഹികൾ. തൊട്ടുക പനമ്പിലാവ് പാലത്തിൽ നിന്നാണ് മാലിന്യം പുഴയിലേക്ക് ഒഴുക്കിയത്. സംഭവം അറിഞ്ഞതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തോട്ടുമുക്കം പനമ്പിലാവ് പാലത്തിൽ നിന്നാണ് കക്കൂസ് മാലിന്യം പുഴയിലേക്ക് ഒഴുകിയത്. പുഴയോട് ചേർന്ന് നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന നിരവധി കുടിവെള്ള പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് സമീപവാസികൾ പതിവില്ലാത്ത പുഴയിൽ ദുർഗന്ധത്തോടു കൂടിയ പത നുരഞ്ഞു പൊങ്ങിയ നിലയിൽ കണ്ടത്. പിന്നീട് ജനപ്രതിനിധികളെയും ആരോഗ്യവകുപ്പിനെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് സബ് ഇൻസ്പെക്ടർ വി രേഖയുടെ നേതൃത്വത്തിലുള്ള അരീക്കോട് പോലീസും മുക്കം പോലീസും ആരോഗ്യവകുപ്പും കൊടിയത്തൂർ ഊർങ്ങാട്ടേരി ഗ്രാമപഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇതിപ്പോൾ പനമ്പിലാവ് പാലത്തിൽ നിന്ന് ഇന്നലെ രാത്രി ആരോ കക്കൂസ് വേസ്റ്റ് ആണോ രാസമാലിന്യമാണോ എന്തോ പുഴയിലേക്ക് തട്ടിയിട്ടുണ്ട്. ഇവിടെ ധാരാളം കുടിവെള്ള പദ്ധതികളുള്ള സ്ഥലമാണ്. കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കവിത ടീച്ചർ, വൈസ് പ്രസിഡന്റ് സുജാ ടോം, അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജോ പനമ്പിലാവ്, കൊടിയത്തൂർ പഞ്ചായത്ത് അംഗങ്ങളായ അഹമ്മദ് കുട്ടി, ജുമൈല MP, SA നാസർ, ഊർങ്ങാട്ടേരി പഞ്ചായത്ത് അംഗം ലിസ്ന സാബിക്ക്, ഊർങ്ങാട്ടേരി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രതാപ് ചന്ദ്രൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിക്കുകയും പ്രതികളെ ഉടൻ പിടികൂടാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും അറിയിച്ചു. നമ്മളിപ്പം കൊടിയത്തൂർ ഊർങ്ങാട്ടേരി പഞ്ചായത്തിന്റെ അതിർത്തിയിലുള്ള പനമ്പിലാവ് പാലത്തിന്റെ താഴോട്ട് പുഴയിലേക്കാണ് മാലിന്യം ഒഴുക്കിയതായിട്ട് കണ്ടത്. അപ്പോൾ നമ്മുടെ തരിയോട്, മാടാമ്പി കുടിവെള്ള പദ്ധതികൾ, ദേവസ്വംകാട് കുടിവെള്ള പദ്ധതികളൊക്കെ ഉള്ള പുഴയാണിത്. 5-6 വാർഡുകളിലെ ഒരുപാട് ആൾക്കാർ ആശ്രയിക്കുന്ന, കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന പുഴയാണിത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നടപടി എടുക്കേണ്ടതിനാൽ അരീക്കോട് പോലീസുമായിട്ടും മുക്കം പോലീസുമായിട്ടും ബന്ധപ്പെട്ടിരുന്നു. അവർ സ്ഥലത്തെത്തി പരിശോധന തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരം ശല്യങ്ങൾ, ഇത്തരം നടപടികൾ ഇല്ലാതാക്കാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുന്നുണ്ട്. പ്രദേശത്തെ വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും CCTV കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളെ ഉടൻ പിടികൂടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. CTV പ്രാദേശിക വാർത്ത, അരീക്കോട്.